ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ ആസിഡ് ബേസ് ലവണങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിൽ ഈ ഒരു 7th ലെസൺ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ആസിഡ് ബേസ് ലവണങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ കുറച്ച് മിനറൽ ആസിഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം മുതൽ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ മിനറൽ ആസിഡുമായി റിലേറ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനായിട്ടുള്ളത് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ്. സൾഫ്യൂരിക് ആസിഡ് നമുക്ക് അറിയുന്ന പോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? H2SO4. വളരെ വീര്യം കൂടിയിട്ടുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. രാസവളങ്ങൾ, പെയിന്റുകൾ, ഫൈബറുകൾ, മരുന്നുകൾ, തുണിത്തരങ്ങൾ, ഡിറ്റർജന്റ് തുടങ്ങി നിരവധി വസ്തുക്കളുടെ നിർമ്മാണത്തിനും പെട്രോളിയം ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്ന ഒരു പ്രധാന വസ്തുവാണ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, വ്യാവസായികമായി ഏറെ പ്രാധാന്യമുള്ള രാസവസ്തുവാണ് സൾഫ്യൂരിക് ആസിഡ്. അതുകൊണ്ട് തന്നെ രാസവസ്തുക്കളുടെ രാജാവ്, കിങ് ഓഫ് കെമിക്കൽസ് എന്ന് സൾഫ്യൂരിക് ആസിഡിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞ കാര്യം? സൾഫ്യൂരിക് ആസിഡ് നമ്മൾ പറഞ്ഞു, യൂസസ് ഒക്കെ പറഞ്ഞു, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രാസവളങ്ങൾ, പെയിന്റുകൾ, ഫൈബറുകൾ, മരുന്നുകൾ, തുണിത്തരങ്ങൾ, ഡിറ്റർജന്റ്, കൂടാതെ ഈ മലിനജല സംസ്കരണത്തിന് അങ്ങനെയൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡൈനമൈറ്റിന്റെ നിർമ്മാണത്തിന് ഒക്കെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ യൂസസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കൂടാതെ പെട്രോളിയം ശുദ്ധീകരണത്തിന്, നിർമ്മാണത്തിന്, നോക്കിയേ, നിരവധി ഈ പറയുന്ന വസ്തുക്കളുടെയൊക്കെ നിർമ്മാണത്തിന്, പെട്രോളിയം ശുദ്ധീകരണത്തിന് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സൾഫ്യൂരിക് ആസിഡ്. അത് വ്യാവസായികമായിട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു വസ്തു ആയതുകൊണ്ടാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് അറിയപ്പെടുന്ന പോലെ തന്നെ ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. പിന്നെ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് PSC മുൻപ് ചോദിച്ച ചോദ്യമാണ്, ഈ സമ്പർക്ക പ്രക്രിയ. ഓക്കെ അല്ലെ? വ്യാവസായികമായിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. ഇനി ഈ സമ്പർക്ക പ്രക്രിയയിലെ കുറച്ച് ഈ ഘട്ടങ്ങൾ ഒന്ന് നമ്മൾ പഠിച്ചു വെക്കണം, കാരണം ഇത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്കുള്ള ഓരോ സ്റ്റെപ്പുകളൊക്കെ ചോദിക്കാറുണ്ട്. നോക്കിയേ, സമ്പർക്ക പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. സമ്പർക്ക പ്രക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? വ്യാവസായികമായിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. അതിലെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എന്താണ്? ഉരുകിയ സൾഫറിനെ ശുദ്ധീകരിച്ച് ഈർപ്പരഹിതമാക്കിയ അന്തരീക്ഷ വായുവിൽ കത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. ഫസ്റ്റ് പ്രോസസ് ആണ് എന്ത്? സൾഫർ ഡയോക്സൈഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സൾഫർ എന്താ ചെയ്യുന്നത്? അന്തരീക്ഷ വായുവിൽ കത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. ഈ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സൾഫർ ഡയോക്സൈഡ് വനേഡിയം പെന്റോക്സൈഡ്. ഓർക്കണേ, വനേഡിയം പെന്റോക്സൈഡ്. ഈ വനേഡിയം പെന്റോക്സൈഡ് എന്ന ഉൾപ്രേരകം കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി വീണ്ടും സംയോജിപ്പിക്കുന്നു. കണ്ടോ? സൾഫർ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഓക്സിജന്റെ കത്തിക്കുകയാണ് വീണ്ടും ചെയ്യുന്നത്. എപ്പോഴാ? ഈ വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിലാണ്. വനേഡിയം പെന്റോക്സൈഡ് ആണ് ഇവിടെ ഉൾപ്രേരകമായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ സംയോജിച്ചിട്ട് സൾഫർ ട്രൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് ഫോം ചെയ്തു? സൾഫർ ട്രൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഇനി ഈ സൾഫർ ട്രൈ ഓക്സൈഡിനെ SO3 ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. ഈ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഫോം ചെയ്യുന്നത്. H2S2O7. എന്താണ്? ഒലിയം എന്നറിയപ്പെടുന്നു. ഒലിയം. ഓക്കെ, ഒലിയം. ഈ ഒലിയം പിന്നെ എന്ത് ചെയ്യുന്നു? ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 3 പ്രോസസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സമ്പർക്ക പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ: ഉരുകിയ സൾഫറിനെ ശുദ്ധീകരിച്ച് ഈർപ്പരഹിതമായ അന്തരീക്ഷ വായുവിൽ കത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ സൾഫർ ഡയോക്സൈഡ് എന്ത് ചെയ്യുക? വനേഡിയം പെന്റോക്സൈഡ് എന്ന ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി സംയോജിപ്പിച്ച് സൾഫർ ട്രൈ ഓക്സൈഡ് നിർമ്മിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം സൾഫർ ട്രയോക്സൈഡ് അല്ലെങ്കിൽ SO3 ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ച് ഒലിയത്തിന്റെ ഈ ഒരു കെമിക്കൽ ഫോർമുല നോക്കുക. H2S2O7. നോക്കിയേ, H2 കണ്ടോ? ഇത് നമ്മൾ സംയോജിപ്പിക്കുമ്പോൾ ഒരു ഇവിടെ H2 അതേപോലെ തന്നെ പോയി S 2 ഉണ്ട്. S2 ആയി ഓക്സിജൻ 4 3 7 ഉണ്ട്. H2S2O7 എന്ന ഒലിയം ഇവിടെ ഫോം ചെയ്യുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഒലിയം ജലത്തിൽ ലയിപ്പിച്ചിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം എന്താണെന്ന് ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം പൂർത്തീകരിച്ച് കണ്ടുപിടിക്കാനാണ്.
SO3 പ്ലസ് H2O എന്ത് ഉൽപ്പന്നമാണ് ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് H2 രണ്ടെണ്ണം ഉണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. H2 രണ്ടെണ്ണം ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? S ഉണ്ട് അല്ലെ? S ഉണ്ട്, സൾഫർ ഉണ്ട്, പിന്നെ O4. അപ്പൊ H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ ലഭിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഈ സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആണ് ലഭിക്കുന്നത്. ഓക്കെ അല്ലെ? ഡയറക്റ്റ് ഈ SO3 H2O ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ലഭിക്കും. പക്ഷെ പിന്നെ എന്തിനാ ഇവിടെ ഈ ഒരു ഒലിയം വന്നു അല്ലെ? ഒരു അഡീഷണൽ സ്റ്റെപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? എന്നിട്ടും എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ സൾഫർ ട്രയോക്സൈഡിനെ ജലത്തിൽ നേരിട്ട് ലയിപ്പിക്കാത്തത്? ഈ SO3 ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് താപമോചക പ്രവർത്തനമാണ്. അപ്പോ SO3 ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം താപമോചകമായതിനാൽ രാസപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡ്, ഈ ഒരു സൾഫ്യൂരിക് ആസിഡിന്റെ ആ ഒരു ക്വാണ്ടിറ്റികൾ പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റൂല. അത് മഞ്ഞ് പോലുള്ള ചെറു കണങ്ങളായിട്ട് സ്മോഗ് പോലെ മാറുകയും അത് ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ H2SO4 എന്താണ്? വ്യാവസായികപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് അല്ലെ? അപ്പൊ താപമോചകമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന H2SO4ന്റെ ക്വാണ്ടിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ വ്യാവസായികമായിട്ടുള്ള ഉൽപാദനം അത് എന്താണ്? ലാഭം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. SO3യെ H2SO4 മിക്സ് ചെയ്തിട്ട് അവിടെ ഒലിയം എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം അവിടെ ഉണ്ടാവുന്നു, H2S2O7. ഈ H2S2O7 എന്ന ഒലിയത്തിലേക്ക് പിന്നീട് ജലം ആഡ് ചെയ്തിട്ടാണ് H2SO4 ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലാക്കി വെക്കണം. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. SO3യിൽ നിന്ന് ഡയറക്റ്റ് എന്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കുന്നില്ല? എന്തുകൊണ്ടാണ്? SO3യും H2Oയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു താപമോചനമാണ്. അപ്പൊ തുടർന്ന് അവിടെ ഉണ്ടാവുന്ന H2SO4ന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതൊരു വ്യാവസായിക നിർമ്മാണം ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയാണ് സമ്പർക്ക പ്രക്രിയയിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അവിടെ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് നോക്കുക. SO3 ജലത്തിൽ ലയിക്കുമ്പോഴേ ആ പറഞ്ഞ പോയിന്റ് കേട്ടോ. SO3 ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം താപമോചകമായതിനാൽ രാസപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവുന്ന സൾഫ്യൂരിക് ആസിഡ് മഞ്ഞ് പോലുള്ള ചെറു കണങ്ങളായിട്ട് മാറുന്നു, സ്മോഗ് പോലെ അങ്ങ് ആയി പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് തുടർന്ന് ലയനം ഉണ്ടാവുന്നില്ല. അതായത് അവിടെ H2SO4ന്റെ ക്വാണ്ടിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന്റെ ഫ്ലോ ചാർട്ടാണ് അവിടെ തന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, സൾഫറിനെ ഓക്സിജന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ കത്തിച്ചിട്ട് എന്ത് ചെയ്യും? SO2 സൾഫർ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നു. ഈ സൾഫർ ഡയോക്സൈഡ് പിന്നീട് വനേഡിയം പെന്റോക്സൈഡിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? വീണ്ടും 450 ഡിഗ്രി സെൽഷ്യസിൽ അത് ചൂട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഫോം ചെയ്യുന്നത് SO3 ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ഫോം ചെയ്യുക? SO2നെ വനോഡിയം പെന്റോക്സൈഡിന്റെ പ്രസൻസിലാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? 450 ഡിഗ്രി സെൽഷ്യസിലുള്ള താപം കൊടുക്കുന്നു. അപ്പൊ നമുക്കിവിടെ SO3 ഫോം ചെയ്യും അല്ലെ? SO3 സൾഫർ ട്രൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഈ സൾഫർ ട്രൈ ഓക്സൈഡിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ H2S2O7 ഒലിയം ഫോം ചെയ്യുന്നു. ഈ H2S2O7ലേക്ക് പിന്നീട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? H2O ജലം ആഡ് ചെയ്യുന്നു. ജലം ആഡ് ചെയ്യുമ്പോൾ അവിടെ H2SO4 ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു ഓർഡർ ഒന്നുകൂടി നോക്കാം. ഒന്നുകൂടി നമുക്ക് പറയാം. സൾഫർ അല്ലെ? സൾഫറിനെ എന്താ ചെയ്യുന്നത്? കത്തിക്കും അല്ലെ? അപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ SO2 ആയിട്ട് മാറും. ഈ SO2നെ പിന്നെ എന്താ ചെയ്യുന്നത്? 450 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുന്നു. ഈ 450 ഡിഗ്രി സെൽഷ്യസിൽ വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും അതിനെ സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റുന്നു. സൾഫർ ട്രയോക്സൈഡിനൊപ്പം ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർത്തിട്ട് H2S2O7 ഒലിയം ഫോം ചെയ്യുന്നു. ഒലിയം പിന്നീട് എന്താണ്? ജലവുമായിട്ട് മിക്സ് ചെയ്തിട്ട് H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്? സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ ഭൗതിക ഗുണങ്ങളൊന്ന് നോക്കാം. സൾഫ്യൂരിക് ആസിഡിന് എന്താണ്? നിറമില്ല. വിസ്കോസിറ്റി ജലത്തേക്കാൾ കൂടുതലാണ്. വിസ്കോസിറ്റി ജലത്തേക്കാൾ കൂടുതലാണ്. എന്താണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്? ശ്യാനബലം എന്നൊക്കെയാണ് നമ്മൾ അതിന് മലയാളം ടേം പറയുന്നത്. അതായത് ഒഴുകുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് വിസ്കസ് ബലം എന്ന് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വിസ്കോസിറ്റി ജലത്തേക്കാൾ കൂടുതലാണ്. പിന്നെ ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. വിസ്കോസിറ്റിയും കൂടുതലാണ്, ജലത്തേക്കാൾ സാന്ദ്രതയും കൂടുതലാണ്. ജലത്തിൽ ലയിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഭൗതിക ഗുണങ്ങൾ. ഇനി ഇവിടെ നോക്കിയ ഒരു ബോക്സ് ഉണ്ട്, ഒന്ന് നോക്കാം. ലെഡ് ചേംബർ പ്രക്രിയ. ലെഡ് ചേംബർ പ്രക്രിയ എന്ന് പറയുമ്പോൾ സൾഫ്യൂരിക് നോക്കാം. ലെഡ് ചേംബർ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ആദ്യ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ് ഈ ലെഡ് ചേംബർ പ്രക്രിയ.
ഈ പ്രക്രിയയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലെഡ് പൂശിയ വലിയൊരു ചേമ്പറിലേക്ക്, അപ്പൊ ഈ ചേമ്പറിലേക്ക് സൾഫർ കത്തിച്ചിട്ടോ അല്ലെങ്കിൽ പൈറൈറ്റ് അയിരുകൾ ചൂടാക്കി വിഘടിപ്പിച്ചോ ഒക്കെ ലഭിക്കുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നീരാവി, നൈട്രേറ്റ് ചൂടാക്കി വിഘടിപ്പിച്ചുണ്ടാക്കുന്ന നൈട്രിക് ഓക്സൈഡ് എന്നിവയൊക്കെ കടത്തിവിട്ടിട്ടായിരുന്നു സൾഫ്യൂരിക് ആസിഡ് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അതെന്താണ്, കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ഒക്കെയാണ്. പിന്നീട് കുറെ കൂടി കാര്യക്ഷമമായിട്ടുള്ള സമ്പർക്ക പ്രക്രിയ കണ്ടുപിടിച്ചു. അതോടുകൂടിയിട്ട് ഈ ഒരു ലെഡ് ചേമ്പർ പ്രക്രിയയേക്കാൾ കൂടുതലായിട്ട് ഈ H2SO4 പ്രൊഡക്ഷനിൽ സമ്പർക്ക പ്രക്രിയയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമ്പർക്ക പ്രക്രിയയാണ് ഭൂരിഭാഗം സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണ വ്യവസായങ്ങളിലും ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഈ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് എന്താണ് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയ, ഇപ്പോൾ ഓപ്ഷനിൽ എന്തുണ്ടാവില്ല, കോണ്ടാക്ട് പ്രോസസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്ക് ലെഡ് ചേമ്പർ പ്രക്രിയ എടുക്കാം, ആൻസർ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ലെഡ് ചേമ്പർ പ്രക്രിയ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വ്യാവസായിക നിർമ്മാണത്തിന്, സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച പ്രക്രിയയാണ്. അതിനകത്ത് ലെഡ് പൂശിയ വലിയ ചേമ്പറിലേക്കാണ് സൾഫർ കത്തിച്ച് അല്ലെങ്കിൽ പൈറൈറ്റ് അയിരുകളൊക്കെ ചൂടാക്കിയോ വിഘടിപ്പിച്ചോ ഒക്കെ ലഭിക്കുന്ന ഈ സൾഫർ ഡയോക്സൈഡ്, പിന്നെ നീരാവി, നൈട്രേറ്റ് ചൂടാക്കി വിഘടിപ്പിച്ചുണ്ടാക്കുന്ന നൈട്രിക് ഓക്സൈഡ്, ഇതെല്ലാം കടത്തിവിടുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? കോണ്ടാക്ട് പ്രോസസ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് സൾഫ്യൂരിക് ആസിഡിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ്പെരിമെന്റ് ഞാൻ വായിക്കുന്നില്ല, അതിന്റെ റിസൾട്ട് പറയാം. ജലത്തിലെ ലേയത്വം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ നോക്കാട്ടോ, സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുമ്പോഴേ ജലത്തിലേക്ക് ആസിഡ് അല്പാൽപമായി ചേർത്ത്, നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഡൈല്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടിയാണ് നമുക്കുള്ളത്. പക്ഷെ സൾഫ്യൂരിക് ആസിഡിന്റെ കേസിൽ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. സൾഫ്യൂരിക് ആസിഡിലേക്ക് വെള്ളം ഒഴിക്കുക എന്നത് തെറ്റായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ എന്താ ചെയ്യുക? വെള്ളം എടുക്കുക, അതിലേക്ക് അല്പാൽപമായിട്ട് മാത്രം സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക, ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ചേർക്കാനായിട്ട് പാടും. ആസിഡിലേക്ക് ജലം ചേർത്ത് നേർപ്പിക്കുകയാണെങ്കിൽ ആസിഡ് പുറത്തേക്ക് തെറിച്ച് അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പൊ സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുമ്പോൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ജലത്തിനുള്ളിലേക്ക് അല്പാൽപമായിട്ട് ആസിഡ് ചേർത്തിട്ടാണ് നമ്മൾ ലയിപ്പിച്ചെടുക്കേണ്ടത്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ രാസഗുണങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിർജ്ജലീകരണ ഗുണമാണ്. നിർജ്ജലീകരണ ഗുണം. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, PSC ചോദിച്ചിട്ടുണ്ട്. നിർജ്ജലീകരണ ഗുണം അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ ഈ നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർജ്ജലീകരണം നോക്കുക. ഇവിടെ C12H22O11 ഇതിനകത്തോട്ട് പഞ്ചസാരയാണ്, ഇതിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? കണ്ടോ, ഇവിടെ ജലത്തെ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. കണ്ടോ, ബാക്കി എന്താ ഉള്ളത്? 12 കാർബൺ മാത്രമേ ഉള്ളൂ. നിർജ്ജലീകരണ ഗുണം. ഇനി നോക്കിയേ, അവശേഷിക്കുന്ന പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? 12 കാർബൺ മാത്രമാണ് അല്ലെ. കാർബൺ മാത്രമേ ഉള്ളൂ, ഫുൾ വാട്ടറിനെ അങ്ങ് എടുത്തോണ്ട് പോകും. അപ്പൊ നോക്കിയേ, പഞ്ചസാരയിലെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങളെ ജലത്തിന്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്തത് സൾഫ്യൂരിക് ആസിഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഈ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിന്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, എന്താണ് നിർജ്ജലീകരണം അല്ലെങ്കിൽ നിർജ്ജലീകാരി എന്ന് പറയുന്നത്? ഒരു പദാർത്ഥത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും അല്ലെങ്കിൽ പദാർത്ഥത്തിൽ രാസപരമായി അടങ്ങിച്ചേർന്നിരിക്കുന്ന സംയോജിച്ചിരിക്കുന്ന ജലത്തെയും അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒരു ശക്തിയേറിയ നിർജ്ജലീകാരിയാണ് എന്നത് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇനി ശോഷകാരക ഗുണം. ഡ്രൈയിങ് ഏജന്റ് എന്ന് പറയും. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഡ്രൈയിങ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ എന്താണ് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷനും മനസ്സിലാക്കുക. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ നിർജ്ജലീകരണം എന്ന് പറയുമ്പോൾ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ഇനി ശോഷകാരക ഗുണം അല്ലെ ഡ്രൈയിങ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ മലയാളം കിട്ടുന്നില്ല, ശോഷകാരകങ്ങൾ എന്ന് പറയും. ഡ്രൈയിങ് ഏജൻസ്. ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജന്റ് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്,
സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നീ വാതകങ്ങളുടെ നിർമ്മാണ വേളയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശോഷകാരകമായി ഉപയോഗിക്കുന്നു, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന് ശോഷകാരക ഗുണവുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് നിർജ്ജലീകരണ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടിയും ഉണ്ട്. രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. നിർജ്ജലീകരണം എന്ന് പറയുമ്പോൾ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ പൂർണ്ണമായിട്ടും അതേ അനുപാതത്തിൽ തന്നെ ആഗിരണം ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ്. ശോഷകാരക ഗുണം അല്ലെങ്കിൽ ഡ്രൈയിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാനുള്ള കഴിവാണ്. ഓക്കെ അല്ലെ? ഇനി അടുത്തത് അമോണിയയുടെ നിർമ്മാണ വേളയിൽ ശോഷകാരകമായി ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം ഇതാണ്. സൾഫ്യൂരിക് ആസിഡ് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. അമോണിയയും നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ പഠിച്ചതായിരുന്നു അല്ലെ? അപ്പൊ ഈ അമോണിയയും H2SO4 തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്താ ഫോം ചെയ്യുന്നത്? അമോണിയം സൾഫേറ്റ് ഫോം ചെയ്യും. അപ്പോൾ അമോണിയയ്ക്ക് ബേസിക പ്രോപ്പർട്ടി ആണുള്ളത്. അമോണിയയ്ക്ക് ബേസിക പ്രോപ്പർട്ടി ആണുള്ളത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ അസിഡിക് പ്രോപ്പർട്ടി ആണുള്ളത്. അപ്പോൾ ആസിഡിന്റെ ആ ഒരു പ്രോപ്പർട്ടിയും ബേസിന്റെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഡ്രൈയിങ് സ്വഭാവത്തെ അത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പൊ അമോണിയയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ശോഷകാരം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് അല്ല, അതിന് പകരം കാൽസ്യം ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? അമോണിയയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ശോഷകാരം കാൽസ്യം ഓക്സൈഡ് ആണ്, CaO. ഓക്കെ, കാൽസ്യം ഓക്സൈഡ്. മനസ്സിലായല്ലോ? അടുത്തത് ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനം. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡും നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡും ഉണ്ടാക്കുന്നു. ഓക്കെ, ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡും നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡും ഉണ്ടാവുന്നു. ഈ പ്രവർത്തനങ്ങളുടെ രാസസമവാക്യങ്ങൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്, നോക്കാം. NaCl അല്ലെ, NaCl സോഡിയം ക്ലോറൈഡുമായി റിയാക്ട് ചെയ്തിട്ട് H2SO4 റിയാക്ട് ചെയ്തിട്ട് NaHSO4ഉം അതുപോലെ HCl ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ചിട്ട് എന്താ ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലെ. ഇനി KNO3യുമായി പ്രവർത്തിച്ച് H2SO4 പ്രവർത്തിച്ച് KHSO4ഉം HNO3 ആണ് ഫോം ചെയ്യുന്നത്. നൈട്രിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്താണ്? നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? നൈട്രിക് ആസിഡ് ആണ്. മനസ്സിലായേ? അപ്പോ ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്ന് ആദേശം ചെയ്യാൻ ഗാഢ സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും. ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്ന് ആദേശം ചെയ്തെടുക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഗാഢ സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും. അങ്ങനെ എക്സാമ്പിൾ വന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഈ ഒരു രീതിയാണ്. ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്ന് ആദേശം ചെയ്യാനായിട്ട് ആരെയാണ് യൂസ് ചെയ്യുന്നത്? H2SO4നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓക്സീകരണ ഗുണം, ഓക്സിഡൈസിങ് നേച്ചറിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. പോയിന്റ് മാത്രമാണ് നോക്കുന്നത്. നോക്കിയേ, ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളുമായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നുണ്ട്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നല്ലൊരു ഓക്സീകാരിയാണ് എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഗാഢ സൾഫ്യൂരിക് ആസിഡ് നല്ലൊരു ഓക്സീകാരിയാണ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളുമായിട്ടും അലോഹങ്ങളും ഒക്കെയായി പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെച്ചേക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ് നമുക്ക് മുകളിൽ തന്നത്. കാർബൺ പ്ലസ് H2SO4 ചെയ്തു. H2SO4 ചെയ്തപ്പോൾ കാർബൺ ഡയോക്സൈഡ് പ്ലസ് 2SO2 പ്ലസ് 2H2O കിട്ടി. അപ്പൊ ഇവിടെ എന്താണ്? കാർബൺ ഓക്സീകരണം സംഭവിച്ചു അല്ലെ. ഇവിടെ കാർബൺ ഒറ്റയ്ക്കല്ലായിരുന്നു, അവിടെ വന്നപ്പോ എന്തായി? കാർബൺ ഡയോക്സൈഡ് ആയി. ഇനി അടുത്തത് നോക്കിയേ, Cu പ്ലസ് H2SO4 ചെയ്തപ്പോൾ CuSO4 പ്ലസ് SO2 പ്ലസ് 2H2O ലഭിച്ചു അല്ലെ. ഇവിടെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് കോപ്പറുമായിട്ടുള്ള രാസപ്രവർത്തനത്തിൽ ഓക്സീകരണം സംഭവിച്ചത് ആർക്കാണ്? കോപ്പറിനാണ്. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് നല്ലൊരു ഓക്സീകാരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളും അലോഹങ്ങളും ഒക്കെയായി പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നുണ്ട്. ഇനി അടുത്തത് ആസിഡുകളുടെ ബേസികത. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് മനസ്സിലാക്കിയതാണ്. H+ അയോണുകളാണ് ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്.
ഇവിടെ ഏകബേസികമാണോ ദ്വിബേസികമാണോ ത്രിബേസികമാണോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. നോക്കിയേ, HCl നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. അപ്പൊ HCl അയണൈസേഷൻ റിസൾട്ട് ആയിട്ട് എന്തൊക്കെയായിട്ടാണ് ഫോം ചെയ്യുക? H+ അയോണും അതുപോലെ തന്നെ Cl- അയോണും ആണ് ഫോം ചെയ്യുക. Cl-. ഇനി HBr ആണെങ്കിലോ, HBr ആണെങ്കിൽ എങ്ങനെ ഫോം ചെയ്യും? H+ അയോൺ ആയിട്ടും H+ അയോൺ ആയിട്ടും അതുപോലെ തന്നെ Br അയോൺ ആയിട്ടും വരും. ഇനി അടുത്തത് HF ആണെങ്കിലോ H+ അയോൺ ആയിട്ടും H+ അയോൺ ആയിട്ടും അതുപോലെ തന്നെ F- അയോൺ ആയിട്ടും ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അയണീകരണ സമവാക്യമാണ് നമ്മൾ എഴുതിയത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഏകബേസികമാണ് അല്ലെ? ഏകബേസിക ആസിഡുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ പഠിച്ചപ്പോൾ ഏകബേസികം, ദ്വിബേസികം, ത്രിബേസികം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആസിഡിന്റെ ബേസികതയുമായി ബന്ധപ്പെട്ട് അതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. നോക്കാം. നോക്കിയേ, ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തെയാണ് അതിന്റെ ബേസികത എന്ന് പറയുന്നത്. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിന്റെ ബേസികത. ബേസികത 1 ആണെങ്കിൽ അത് മോണോബേസിക് ആസിഡ് അല്ലെങ്കിൽ ഏകബേസിക ആസിഡ് ആണ്. ഓക്കെ, ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ അയോണീകരണ സമവാക്യം തന്നിട്ടുണ്ട്. H2SO4. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് എഴുതി കാണിച്ചതായിരുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ഭാഗം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ H2SO4ന്റെ അയണൈസേഷൻ ചെയ്യുമ്പോൾ കണ്ടോ, H++SO4- വന്നു. ഈ HSO4- ആണ് പിന്നെ റിയാക്ഷൻ നടന്നിട്ട് H+ അയോണും SO4 2- ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഇവിടെ നോക്കിയേ, 2 ഹൈഡ്രജൻ വന്നില്ലേ? 2 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു ദ്വിബേസിക ആസിഡ് ആണ്. കണ്ടോ, ഡൈബേസിക് ആസിഡ് ആണ്. ഈ ആസിഡിന്റെ ബേസികത എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ദ്വിബേസിക ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ആസിഡ് തന്മാത്രയ്ക്ക് ഇവിടെ 2 ഹൈഡ്രജൻ അയോണുകളെ പ്രദാനം ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം? H2SO4 ഒരു ഡൈബേസിക് ആസിഡ് ആണെന്ന് പറയാം. ഇനി ഇതിൽ നിന്ന് നമുക്കത് എന്താണ്? ആസിഡ് തന്നിട്ടുണ്ട്. അയണീകരണ സമവാക്യത്തിനനുസരിച്ച് ഇത് ഏത് ആസിഡ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ H2C2O4. അപ്പൊ ഇത് ഒന്നിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇക്വേഷൻ ഈസി ആയിട്ടുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ എഴുതാനായിട്ട് പറ്റും നമുക്ക്? H2C2O4. അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, ആദ്യം H+ അയോൺ, ആദ്യം ഒരു അയോൺ ആണ് മാറുന്നത്. അപ്പൊ H+ അയോൺ ഉണ്ടായിരിക്കും. പിന്നെ എന്താ ഉണ്ടാവുക? ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എഴുതുക. അതിന് മൈനസ് വാല്യൂവും കൊടുക്കാം. HCO2 O4 ഇതോയാണേ, O4 മൈനസും കൊടുത്തു. ഇനി റിയാക്ഷന് വിധേയമാവുന്നത് ഈ HCO2O4 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അത് റിയാക്ഷന് വിധേയമായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതല്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണ്. HCO2O4- റിയാക്ഷന് വിധേയമായി കഴിയുമ്പോൾ വീണ്ടും ഈ H അതിൽ നിന്ന് പോകും. അപ്പൊ അവിടെ വീണ്ടും ഒരു H+ അയോൺ വന്നല്ലോ. ഈ ഒരു H+ അയോൺ ഇവിടെ വരും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ എന്തായിരിക്കും? ഇത്രയും കാര്യങ്ങളായിരിക്കും ബാക്കി ഉണ്ടാവുക. CO2O4-. മനസ്സിലായോ? ഇവിടെ 2 H+ അയോൺ വന്നില്ലേ? അപ്പൊ ഇതെന്താണ്? ഒരു ദ്വിബേസിക ആസിഡ് ആണെന്ന് നമുക്ക് പറയാം. ഇനി H2CO3 റിയാക്ഷന് വിധേയമാകുമ്പോൾ ആദ്യം ഇതിനൊരു H+ അയോൺ പോകും. പിന്നെ എന്താ ഉണ്ടാവുക? HCO3 ഉണ്ടാവും. ഈ HCO3- വീണ്ടും ഇവിടെ എന്ത് ചെയ്യും? അടുത്ത റിയാക്ഷന് വിധേയമാകുമ്പോൾ വീണ്ടും അയണൈസേഷൻ നടക്കുമ്പോൾ H+ അവിടെ പോകും. പിന്നെ ഒരു CO3 2- ആയിരിക്കും ഉണ്ടാവുക അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെയും എന്ത് വരും? 2 ഹൈഡ്രജൻ അയോണുകളായിരിക്കും വരിക അല്ലെ? അപ്പൊ അയണീകരണ സമവാക്യം കംപ്ലീറ്റ് ആയി. അപ്പൊ തന്നിട്ടുള്ള ഓരോ ആസിഡിന്റെയും അയണീകരണ സമവാക്യം എഴുതിയിട്ട് അത് ഏത് തരത്തിലുള്ള ആസിഡാന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിന്റെ ബേസികത കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ അയണീകരണ സമവാക്യം എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആസിഡിന്റെ കെമിക്കൽ ഫോമുല നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിൽ ഈ ഭാഗം ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഹൈഡ്രജന് എത്ര കൊടുത്തിരിക്കുന്നത്? H2 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ദ്വിബേസികമാണ്, ഡൈബേസിക് ആസിഡ് ആണെന്ന് മനസ്സിലാക്കാം. H2CO3 ഏതാണ്? ഡൈബേസിക് ആസിഡ് ആണ്. ഇനി ഇവിടെ വേറെ ഒരെണ്ണം നോക്കിയേ, ഫോസ്ഫോറിക് ആസിഡ്. H3PO4 ആണ്. അപ്പൊ ഇതെങ്ങനെയാ? ഇത് ത്രിബേസിക് ആസിഡ് ആയിരിക്കും. ത്രിബേസിക ആസിഡ്. ഓക്കെ അല്ലെ? അപ്പൊ ആ ഹൈഡ്രജന്റെ അടുത്ത് കിടക്കുന്ന ആ ഒരു നമ്പർ നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ
അപ്പൊ ഓരോ ആസിഡിന്റെയും കെമിക്കൽ ഫോമുല നമുക്ക് അറിയണം. അത് അറിയുമെങ്കിൽ അതിന്റെ ബേസികത കണ്ടെത്താൻ ഈസിയാണ്. അപ്പൊ ഒരു ആസിഡിന്റെ ബേസികത 3 ആണെങ്കിൽ അതിനെ ത്രിബേസിക് ആസിഡ് എന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആസിഡുകളുടെ ബേസികത ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് പഠിച്ചു. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് എന്ത് പറയുന്നത്? ആൽക്കലികൾ എന്ന് പറയുന്നത്. അത്രയും കാര്യം നമ്മൾ പഠിച്ചതാണ്. ഇത് ഇവിടെ ഒരു ബോക്സ് വിട്ടുപോയിട്ടുണ്ട്. ആ ഒരു ബോക്സ് നോക്കാം. ഓക്സാലിക് ആസിഡിനെ കുറിച്ചും കാർബോണിക് ആസിഡിനെ കുറിച്ചും പറയുന്ന ഒരു ബോക്സ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് നോക്കിയിട്ട് വരാം. കാരണം PSC എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ആസിഡുകളാണ് ഈ ഓക്സാലിക് ആസിഡും അതുപോലെ തന്നെ കാർബോണിക് ആസിഡൊക്കെ. ഓക്സാലിക് ആസിഡ് H2C2O4 എന്നാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. H2C2O4. ചിലയിനം സസ്യങ്ങളുടെ ഇലകളിലും പഴങ്ങളിലും ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. സ്പിനാച്ച് പോലെയുള്ള ഇലകളിൽ സ്പിനാച്ച്, കാബേജ്, ബ്രൊക്കോളി, അവക്കാഡോ, തക്കാളിപ്പഴം എന്നിവയിലൊക്കെ എന്തുണ്ട്? ഓക്സാലിക് ആസിഡ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കെമിക്കൽ ഫോർമുല H2C2O4 ആണ്. H2C2O4 ഓക്സാലിക് ആസിഡ്. ചില ഇനം സസ്യങ്ങളുടെ ഇലകളിലും പഴങ്ങളിലും ഒക്കെ എന്തുണ്ട്? ഓക്സാലിക് ആസിഡ് ഉണ്ട്. തക്കാളിപ്പഴത്തിൽ ഓക്സാലിക് ആസിഡ് ഉണ്ട്. അതുപോലെ സ്പിനാച്ച്, കാബേജ്, ബ്രൊക്കോളി, അവക്കാഡോ ഇതിലൊക്കെ എന്തുണ്ട്? ഓക്സാലിക് ആസിഡ് ഉണ്ട്. ഇനി കാർബോണിക് ആസിഡ്, പേര് നമുക്ക് അറിയുന്നതാണ്, വളരെ സുപരിചിതമായിട്ടുള്ള ആസിഡാണ് കാർബോണിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നത്. ഇതൊരു വീര്യം കുറഞ്ഞ ആസിഡാണ്. മാത്രമല്ല കാർബോണിക് ആസിഡ് രക്തത്തിന്റെ pH നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആസിഡ് കൂടിയാണ് കാർബോണിക് ആസിഡ്. മനസ്സിലാവുന്നുണ്ടോ? രക്തത്തിന്റെ pH നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആസിഡാണ് ഏത്? കാർബോണിക് ആസിഡ്. അങ്ങനെയെങ്കിൽ എന്താണ് ഹ്യൂമൻ ബ്ലഡിന്റെ pH എത്രയാണ്? ഹ്യൂമൻ ബ്ലഡിന്റെ pH എന്ന് പറയുന്നത് 7.4 ആണ്. സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചർ ഉള്ളതാണ് മനുഷ്യരക്തം എന്ന് പറയുന്നത്. 7.4 ആണ് കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ബ്ലഡിന്റെ pH നിയന്ത്രിക്കുന്നതിൽ കാർബോണിക് ആസിഡിന് ഒരു പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരാം നമുക്ക്. ആൽക്കലികളെ കുറിച്ചാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ബേസും ആൽക്കലിയും തമ്മിൽ ഡിഫറൻസ് ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ബേസുകളും എന്തല്ല? ആൽക്കലികളല്ല. പക്ഷെ എല്ലാ ആൽക്കലികളും എന്താണ്? ബേസ് ആണ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? NaOH ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ Na+ അയോണും OH- അയോണും ലഭിക്കും. ഇനി അടുത്തൊരു ബോക്സ് നോക്കുക. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ CaOH2 ആണ്. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. CaOH2 ആണ്. അപ്പൊ CaOH2 Ca+ഉം OH- ആയിട്ടുള്ള അയോണുകളായിട്ടായിരിക്കും അത് ഡിവൈഡ് ആയി പോവുക, അല്ലെങ്കിൽ അയണൈസേഷൻ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്നത്. ഇനി അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയ എന്ന് പറയുമ്പോൾ NH4 ആണ്. ഹൈഡ്രോക്സൈഡ് വരുമ്പോൾ OH കൂടി ചേർക്കണം. NH4OH. അപ്പൊ അതിന്റെ അയണീകരണത്തിന് ശേഷം എങ്ങനെയാ വരിക? NH4+ഉം OH- ആയിട്ടാണ് വരിക, അല്ലെ? അപ്പൊ ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന പൊതുവായിട്ടുള്ള അയോൺ എന്ന് പറയുന്നത് ഏതാണ്? OH- അയോൺ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് കേട്ടോ 8th സ്റ്റാൻഡേർഡിൽ. ഇനി ജലീയ ലായനികളിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ജലീയ ലായനികളിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ജലീയ ലായനികളിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ഓർമ്മയുണ്ടല്ലോ ഇതൊക്കെ. ഇനി ആസിഡുകളും ബേസുകളും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഘടിക്കും എന്ന് ആര് പറഞ്ഞു? അറീനിയസ് പ്രസ്താവിച്ചു. ആസിഡുകളും ബേസുകളും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഘടിക്കപ്പെടുമെന്ന് അറീനിയസ് പ്രസ്താവിച്ചു. ആരാണ് ഈ അറീനിയസ്? നമുക്ക് നോക്കാം. ജലീയ ലായനിയിൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകൾ എന്നാണ് അറീനിയസിന്റെ നിർവചനം. അപ്പൊ അറീനിയസിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ജലത്തിൽ അല്ലെങ്കിൽ ജലീയ ലായനികളിൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകൾ. OH- അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ബേസുകൾ. ഇതാണ് അറീനിയസിന്റെ സിദ്ധാന്തം. അറീനിയസിന്റെ സിദ്ധാന്തം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ ആസിഡ് ബേസ് ലവണവുമായി ബന്ധപ്പെട്ട ഒരു 3ഓളം സിദ്ധാന്തങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെയാണ് അറീനിയസിന്റെ സിദ്ധാന്തം. അറീനിയസിന്റെ സിദ്ധാന്തം അനുസരിച്ച് ജലീയ ലായനികളിൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവ ആസിഡുകളും OH- അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവ ബേസുകളുമാണ്. ഇനി നമുക്ക് ഈ അറീനിയസിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം. 1903 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് സ്വാൻറ്റെ അറീനിയസ്. ഭൗതിക രസതന്ത്രജ്ഞനായിരുന്ന അദ്ദേഹം ആസിഡുകളെയും ബേസുകളെയും സംബന്ധിച്ച ശാസ്ത്രീയമായ സിദ്ധാന്തം അവതരിപ്പിച്ചു. ആക്ടിവേഷൻ ഊർജം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ഇദ്ദേഹമാണ്.
അപ്പോൾ നമ്മൾ അറീനിയസിനെ കുറിച്ച് നോക്കുമ്പോൾ ആക്ടിവേഷൻ ഊർജ്ജം എന്ന പോയിന്റ് 1903 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ അറീനിയസിന്റെ സിദ്ധാന്തം, ആസിഡ് ബേസ് ലവണങ്ങളുമായി ബന്ധപ്പെട്ട് അറീനിയസിന്റെ സിദ്ധാന്തം എന്താണ്? ജലീയ ലായനികളിൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവ ആസിഡുകളും OH- അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവ ബേസുകളുമാണ് എന്നാണ് അറീനിയസിന്റെ സിദ്ധാന്തം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഒരു ഭാഗം വരെയാണ് എടുക്കുന്നത്. തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഡീറ്റെയിൽസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താ, കാസ്റ്റിക് സോഡ അല്ലെ, കാസ്റ്റിക് സോഡയെ കുറിച്ചൊക്കെ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ 10th സ്റ്റാൻഡേർഡിലെ ഈ ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ പേരെന്താ, വ്യാവസായികമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് സംയുക്തങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്ക് ആസിഡ് ബേസ് ലവണങ്ങളുമായി ചേർത്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇനി തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് അതുപോലെ തന്നെ ലവണങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വീര്യം കൂടിയ ആസിഡ്, വീര്യം കൂടിയ ബേസ്, ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അതോടുകൂടി ആ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലെ? ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഓൾഡ് SCRTയിലുള്ള എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് അടുത്തൊരു ക്ലാസ് എടുക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ അങ്ങ് കംപ്ലീറ്റ് ആയി കിട്ടും. SCRT ഓറിയന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ ഈ ഒരു ആസിഡ് ബേസ് ലവണങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് കവർ ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക, ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തേക്കുക, കൂടാതെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. താങ്ക് യു ഓൾ.